സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഊർജം തരുന്ന സൂര്യൻ ഒരു നാൾ നശിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സൺ ഫോർമുലയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യൻ രൂപപ്പെട്ടിട്ട് ഏകദേശം 457 കോടി വർഷമായി. ഇനിയും ഏകദേശം 500 കോടി വർഷം സൂര്യന് ആയുസ്സുണ്ട്. അതായത് സൂര്യൻ ഇപ്പോൾ അതിൻ്റെ യൗവനകാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനാണ്. പിന്നെ ഹീലിയവും മറ്റു മൂലകങ്ങളും. സൂര്യനിൽ ഫ്യൂഷൻ പ്രക്രിയ മൂലമാണ് ഇത്രയധികം ഊർജം ഉൽപ്പാദിക്കപ്പെടുന്നത്. ഇതിന് ഹൈഡ്രജൻ എന്ന ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു നാൾ സൂര്യനിലെ ഹൈഡ്രജൻ തീരുകയും സൂര്യൻ നശിക്കുകയും ചെയ്യും. വളരെയധികം മാസ്സുള്ള നക്ഷത്രങ്ങൾ അവയുടെ ജീവിതാന്ത്യത്തിൽ സൂപ്പർനോവ സംഭവിച്ച് ബ്ലാക്ക് ഹോളായി മാറുന്നു. എന്നാൽ ഒരു സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കാനാവശ്യമായ പിണ്ഡം സൂര്യനില്ല. സൂര്യനിലെ ഇന്ധനം തീരുമ്പോൾ കാമ്പ് ചുരുങ്ങുകയും ചൂട് പിടിക്കുകയും തൽഫലമായി പുറംപാളികൾ വികസിച്ച് ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറുകയും ചെയ്യും. ഇതോടെ സൂര്യൻ്റെ വലിപ്പം വർദ്ധിച്ച് ഭൂമിയുടെ ഭ്രമണപഥവും കടന്ന് ഏകദേശം ചൊവ്വാഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിൻ്റെ അത്രയും വരും. അതോടെ ബുധൻ, ശുക്രൻ, ഭൂമി എന്നീ ഗ്രഹങ്ങൾ സൂര്യനുള്ളിലാവും. അതിനുശേഷം സൂര്യൻ ചുരുങ്ങി ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രമായി മാറും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.